പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം. എത്രയെത്ര നന്മകളാണ് ഈ ഭൂമിയിൽ എൻ്റെ ദൈവം നമുക്കായിട്ട് നൽകിയിരിക്കുന്നത്. വീണ്ടും ഒരിക്കൽ കൂടെ ഈ പ്രത്യാശയുടെ വചനവുമായി നമുക്കൊരുമിച്ച് കൂടുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിച്ചതിന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഈ നല്ല നിമിഷത്തിനായി, ഈ നല്ല നിമിഷം സ്വർഗത്തിലെ ദൈവം നമുക്ക് സമ്മാനിച്ചതിനായി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അങ്ങയുടെ ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹീതമായ പ്രത്യാശയുടെ ഈ വചനങ്ങൾ ചിന്തിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചാലും ഈ വചനം ശ്രവിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. മാനവും മഹത്വമെല്ലാം അങ്ങ് തന്നെ എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഈ കഴിഞ്ഞ ഭാഗങ്ങളിലെല്ലാം ദൈവസഭയും പരിശുദ്ധാത്മാവും എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ വളരെ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആധുനിക സഭയുടെ പരാജയം, ആദിമസഭയുടെ വിജയം, ആദ്യകാല സഭയുടെ വിജയം, ഇതൊക്കെ നമ്മൾ സവിസ്തരം പ്രതിപാദിച്ചു. വളരെ മർമ്മപ്രധാനമായ ഒരു ഭാഗത്തേക്കാണ് ഈ നിമിഷങ്ങളിൽ നാം വന്നിരിക്കുന്നത്. ഇങ്ങനെ പ്രത്യാശ നഷ്ടപ്പെട്ട, ശക്തിയില്ലാത്ത ആധുനിക സഭ പരാജയപ്പെട്ടു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ദൈവസഭയും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, എന്തുകൊണ്ടത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഈ നിമിഷങ്ങളിലൊക്കെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നതും ചിന്തിക്കുന്നതും. വിശുദ്ധ വചനത്തിൽ കൂടെ ചില മർമ്മങ്ങളും ആശയങ്ങളും ഈ നിമിഷവും നമുക്ക് പങ്കുവയ്ക്കാം. പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കുമാറാകട്ടെ. നേരത്തെ നമ്മൾ ചിന്തിച്ചല്ലോ, ആദിമസഭ വളരെ ശക്തിയോടുകൂടെ നടന്നു, ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായി തീർന്നു. അവരവരുടേതാകുന്ന സമ്പത്തും തങ്ങളുടേതാകുന്ന ഓഹരിയും സ്വന്തമായി ഉപയോഗിക്കുവാനോ സ്വന്തമെന്ന് പറയുവാനോ ആരും മുതിർന്നില്ല. ഈ ഗുണങ്ങളൊക്കെ നാം മുമ്പ് കേട്ടതാണ്. ഇവിടെ ഒരു വലിയ ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ആദിമസഭയ്ക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ടായത്? നമ്മൾ പറയുമ്പോൾ ആദിമസഭ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു, ഏകഹൃദയമുള്ളവരായിരുന്നു, അവർ ശക്തിയോടുകൂടെ സുവിശേഷം പ്രസംഗിച്ചു. എന്തുകൊണ്ട് നിങ്ങൾക്കിത് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ പലരും പറയും, ആദിമസഭയിലും പ്രശ്നങ്ങളുണ്ടായിരുന്നല്ലോ, ഇവിടെ ഞങ്ങൾക്കും പ്രശ്നമുണ്ട്. ആദിമസഭയ്ക്ക് അങ്ങനെ ശക്തി ഉണ്ടായിരുന്നു എന്ന് കരുതി ഞങ്ങളും അതുപോലെ ശക്തിയുള്ളവരാവാൻ ഞങ്ങൾക്ക് സാധിക്കുമോ? അങ്ങനെ മറ്റൊരാളെ നോക്കിക്കൊണ്ട് നമുക്കിങ്ങനെ ആകാൻ സാധിക്കുമോ? ഇങ്ങനൊരു ചോദ്യം പലപ്പോഴും ഒരു പ്രശ്നമായിട്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ആദിമസഭ ശക്തീകരിക്കപ്പെട്ടത്? എങ്ങനെയാണ് ആദിമസഭ ഒരു മനസ്സോടുകൂടെ പ്രവർത്തിച്ചത്? എങ്ങനെയാണ് അവർക്കതിന് സാധിച്ചത് എന്നുള്ള കാരണങ്ങൾ നാം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് തീർച്ചയായും ലഭിക്കും. അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രസക്തി നമുക്ക് മനസ്സിലാകുന്നത്. എന്തുകൊണ്ടാണ് ആദിമസഭയ്ക്ക് ശക്തിയോടുകൂടെ പ്രസംഗിക്കാൻ സാധിച്ചത്? എന്തുകൊണ്ടാണ് ആദിമസഭയ്ക്ക് ധൈര്യത്തോടുകൂടെ സിംഹാസനങ്ങളുടെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് ശക്തിയോടുകൂടെ യേശുവിൻ്റെ വചനം സുവിശേഷിക്കുവാൻ ഇടയായിത്തീർന്നത്? നമ്മളതിനെക്കുറിച്ച് തിരുവചനത്തിലെ തെളിവുകൾ എന്താണെന്ന് നമുക്കതിന് പരിശോധിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ അതിന് വ്യക്തമായ ഒരു ഉത്തരം നമുക്ക് നൽകുന്നു. 13-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു: അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ്, ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ എനിക്കായി വേർതിരിക്കുവിൻ എന്ന് പറഞ്ഞു. 4-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ച ശേഷം അവർ സെലൂക്കിയിലേക്ക് ചെന്നു, അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി എന്ന്. നമുക്കറിയാമല്ലോ, ഏതൊരു വേലയും ഏതൊരു ഔദ്യോഗിക കാര്യവും കൃത്യമായി നിർവഹിക്കപ്പെടണമെങ്കിൽ, തടസ്സം കൂടാതെ നിർവഹിക്കപ്പെടണമെങ്കിൽ, ആ ജോലി ചെയ്യുവാൻ കടന്നു പോകുന്ന ആളെ
ഉത്തരവാദിത്വത്തോടുകൂടെ ആരെങ്കിലും പറഞ്ഞയച്ചാൽ, ഉത്തരവാദിത്വത്തോടുകൂടെ ആ വേല നിർവഹിക്കുവാൻ ആരെങ്കിലും വിളിച്ചാൽ തൻ്റെ ജോലി സുഗമമായി നിർവഹിക്കുവാൻ ആ വ്യക്തിക്ക് കഴിയും. ക്ഷണിക്കപ്പെടാതെ പോകുന്നതും ക്ഷണിച്ചിട്ട് പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? ക്ഷണിക്കപ്പെടാതെ പോയാൽ അവിടെ കടന്നു ചെന്നാൽ യാതൊരു മാനവും ലഭിക്കില്ല, യാതൊരു അംഗീകാരവും പലപ്പോഴും അതിന് ലഭിക്കുകയില്ല. എന്നാൽ ക്ഷണിച്ചിട്ട് ചെന്നാലോ, ക്ഷണിച്ചവൻ ക്ഷണിക്കപ്പെട്ടവനെ വിളിച്ചുകൊണ്ടുവന്ന് പ്രത്യേക ഇരിപ്പിടത്തിൽ ഇരുത്തി അവനോട് നല്ല വാക്ക് പറഞ്ഞ് അവൻ്റെ വാക്കുകളെ കേൾക്കുവാൻ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് അവൻ്റെ അടുക്കൽ തന്നെ നിൽക്കും, അവനെ ശുശ്രൂഷിച്ചുകൊണ്ട് അവൻ്റെ അടുക്കൽ തന്നെ നിൽക്കും. എന്നാൽ ക്ഷണിക്കപ്പെടാതെ പോയാലോ, ഇവൻ ആര്, എവിടെ നിന്ന് വന്നു, എന്താണ് ഇവൻ്റെ ഉദ്ദേശ്യം, ഇത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് അവനെ അവഗണിക്കും. ആദിമസഭയുടെ അനുഗ്രഹത്തിൻ്റെ കാരണം, ആദിമസഭ ശക്തിപ്പെടാനും ആദിമസഭ അഭിവൃദ്ധി പ്രാപിക്കുവാനുള്ള കാരണം നാം ചിന്തിക്കുന്ന വിഷയമാണല്ലോ സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രാധാന്യം എന്നുള്ളതിനെ സംബന്ധിച്ച്. ആദിമസഭയുടെ ശക്തിയുടെ കാരണം, അവർ ബലത്തോടുകൂടെ നിന്നതിൻ്റെ കാരണം, നാം മുമ്പ് ചിന്തിച്ചതുപോലെ അവരെ വിളിക്കാൻ ഒരാളുണ്ടായിരുന്നു, അവരെ പറഞ്ഞയക്കാൻ ഒരാളുണ്ടായിരുന്നു. ആരാണ് അവരെ വിളിച്ചത്? ദൈവത്തിൻ്റെ വചനം പറയുന്നു, പരിശുദ്ധാത്മാവ് അവരെ തൻ്റെ വേലയ്ക്കായി വിളിച്ചു. ദൈവവചനം വീണ്ടും പറയുന്നു, പരിശുദ്ധാത്മാവ് തൻ്റെ വേല നിർവഹിക്കുന്നതിന് വേണ്ടി അവരെ പറഞ്ഞയച്ചു എന്ന് സാരം. അവരെ ഔദ്യോഗികമായി വിളിച്ചു, അവരെ ഔദ്യോഗികമായി പറഞ്ഞയച്ചു. യഹോവ നീതീകരിച്ചവനെ പിന്നെ കുറ്റക്കാരനെന്ന് ആരാണ് വിധിക്കുക? ആദിമസഭയുടെ അനുഗ്രഹത്തിൻ്റെ കാരണം വിശുദ്ധ ബൈബിൾ അക്കമിട്ട് പറയുന്നു, പരിശുദ്ധാത്മാവിനാൽ അവർ വിളിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവിനാൽ അവർ പറഞ്ഞയക്കപ്പെട്ടു. വിളിച്ചിറക്കുവാനും പറഞ്ഞയക്കുവാനും ഒരാൾ അവരോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവരുടെ വേല ഏറ്റവും ശക്തിയോടുകൂടെ നടന്നു, അവരുടെ വേല ഏറ്റവും ഭംഗിയോടുകൂടെ നടന്നു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എത്ര വലുതായിരുന്നു ആദിമസഭയുടെ കൂടെ എന്നുള്ളതാണ്. നാം ഇവിടെ ചിന്തിക്കുന്നല്ലോ ആധുനിക സഭ പരാജയത്തിലാണെന്ന്, ആധുനിക സഭ ദുഷിച്ചു പോയെന്ന്. ആധുനിക സഭ വളരെയേറെ ബുദ്ധിമുട്ടിലായിരുന്നു നാം ചിന്തിച്ചല്ലോ. അതുകൊണ്ട് തന്നെയാണ് ആദിമസഭയെ നോക്കി ചിലത് പഠിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്. കാരണം പരിശുദ്ധാത്മാവ് ആദിമസഭയെ വിളിക്കുകയും പറഞ്ഞയക്കുകയും ചെയ്തു. എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ കാർമ്മികത്വത്തിൽ ഏറ്റവും ഉത്തരവാദിത്വത്തോടുകൂടെ അത് നടന്നപ്പോൾ അത് ഏറ്റവും ഭംഗിയായി, അത് ഏറ്റവും ശക്തിപ്പെട്ടു, ഏറ്റവും ബലപ്പെട്ടു. ഇപ്പോൾ മനസ്സിലായില്ലേ? ഇപ്പോൾ നാം ചിന്തിക്കുന്നില്ലേ എന്തുകൊണ്ടാണ് ആദിമസഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രാധാന്യം എത്ര വലുതായിരുന്നു എന്ന്? അതുകൊണ്ടാണ് നാം ചിന്തിക്കേണ്ടത്, ഈ ആധുനിക യുഗത്തിലും നാം ശക്തി നഷ്ടപ്പെട്ടു പോയി എന്ന് വിലപിക്കാതെ പരിശുദ്ധാത്മാവിനാൽ പറഞ്ഞയക്കപ്പെടുവാനും വിളിക്കപ്പെടുവാനും യോഗ്യതയുള്ളവരായിട്ട് നാം മാറണം. നമുക്ക് തിരുവചനത്തിൽ നിന്നും മറ്റൊരു വേദഭാഗവും കൂടെ വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 13-14 വാക്യങ്ങൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 13-14 വാക്യങ്ങൾ. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വന്തമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്യും. ഈ വാക്യം എന്താണ് നമ്മോട് പറയുന്നത്? ആദിമസഭ, അപ്പോസ്തലിക സഭ ശക്തി പ്രാപിക്കുവാനുള്ള പ്രധാന കാരണം അവർ സത്യത്തിൽ നടന്നു എന്നുള്ളതാണ്. നാം ചിന്തിക്കുന്നു, ഈ ആധുനിക സഭ എന്തുകൊണ്ട് പരാജയപ്പെട്ടു, എന്തുകൊണ്ട് അസത്യവാദിയായി മാറുന്നു, സ്വാർത്ഥ കാര്യങ്ങൾ നോക്കുന്നു? സത്യം അവരിൽ ഇല്ലാത്തത് കൊണ്ട്. എന്നാൽ ആദിമസഭ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു? പരിശുദ്ധാത്മാവിനാൽ സത്യത്താൽ അവരെപ്പോഴും പ്രബോധിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു എന്ന് സാരം. സത്യത്താൽ അവരെപ്പോഴും പ്രബോധിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു. സത്യത്തിൽ നിലനിൽക്കുന്നവന് ലോകത്തിലെവിടെയും പരിഭ്രമിക്കേണ്ട കാര്യമില്ല, അല്ലേ? സത്യം കൂടെയുള്ളപ്പോൾ, സത്യത്തിൽ ഞാൻ സംസാരിക്കുമ്പോൾ, സത്യമായി നാം ചിന്തിക്കുമ്പോൾ ഒരിക്കലും ഈ ലോകത്തെയോ മറ്റുള്ളവരെയോ ഭയപ്പെടേണ്ട കാര്യമില്ല. അതുതന്നെയാണ് ആദിമസഭയ്ക്ക് പരിശുദ്ധാത്മാവ് കൊടുത്ത ദാനം. അവർക്ക് അതുവരെ അജ്ഞാതമായിരുന്ന പല ജീവിത രഹസ്യങ്ങളെയും സ്വർഗീയ മണ്ഡലങ്ങളിലെ
രഹസ്യങ്ങളെയും വെളിപ്പെടുവാൻ പരിശുദ്ധാത്മാവ് അവരോട് കൂടെയിരുന്നു. സകല സത്യങ്ങളെയും പരിശുദ്ധാത്മാവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഇങ്ങനെ പരിശുദ്ധാത്മാവ് അവർക്ക് സത്യത്തെ വെളിപ്പെടുത്തി കൊടുത്തതുകൊണ്ട് ഏത് വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും മുമ്പിലും പതറിപ്പോകാതെ നിൽക്കുവാൻ സത്യം അവരെ സ്വതന്ത്രരാക്കി. സത്യം അവരെ ശക്തീകരിച്ചു എന്ന് സാരം. ഈ കാലഘട്ടത്തിൽ സഭ പരാജയപ്പെടാനുള്ള കാരണം വ്യക്തമായില്ലേ? സത്യത്തിൽ കൂടെ വഴി നടത്തുവാൻ പരിശുദ്ധാത്മാവിനാൽ സാധിക്കുന്നില്ല. ഇവിടെ ആദിമസഭ ബലപ്പെട്ടതിൻ്റെ കാരണം, ഒന്ന്, നാം നേരത്തെ ചിന്തിച്ചു, അവരെ വിളിച്ചു പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചു. രണ്ട്, നമ്മൾ ചിന്തിച്ചത് പരിശുദ്ധാത്മാവ് അവരെ സകല സത്യത്തിലും വഴി നടത്തിയെന്ന് സാരം. ഇങ്ങനെ പരിശുദ്ധാത്മാവും ദൈവസഭയുമായുള്ള ബന്ധം ഈടാർന്നതായിരിക്കുന്നു എന്ന് തിരുവചനത്തിൽ കൂടെ നാം മനസ്സിലാക്കുന്നു. ഇപ്പോൾ നാം ചിന്തിക്കുന്നില്ലേ, പരിശുദ്ധാത്മാവിന് സഭയുമായിട്ടുള്ള ബന്ധം എത്ര വലുതാണ്? പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, ഇങ്ങനെ പ്രവർത്തിച്ചിരുന്നില്ല എങ്കിൽ ആദിമസഭ പരാജയപ്പെട്ടു പോകുമായിരുന്നു. അവരെ വിളിച്ചു, അവരെ പറഞ്ഞയച്ചു, അവരെ സത്യത്തിൽ വഴി നടത്തി. നമുക്ക് അടുത്ത ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 7-ാമത്തെ വാക്യം, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് നൽകിയത്. തിമോഥെയോസിന് എഴുതിയ ഈ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് സഭയുടെ ശക്തിയുടെ ഉറവിടം എന്താണെന്ന് ഇവിടെ പറയുന്നു. ആദിമസഭ ഇത്ര ശക്തിയോടുകൂടെ പ്രസംഗിക്കുവാൻ ഇടയായത്, ശക്തിയോടുകൂടെ ദൂതിനെ ദേശത്തിൽ അറിയിക്കുവാൻ ഇടയായത്, അവരെ നയിച്ചിരുന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവ് ആയിരുന്നില്ല. ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും ആത്മാവായിരുന്നു, വിവേകത്തിൻ്റെയും ആത്മാവായിരുന്നു അവരെ നടത്തിയിരുന്നത്. ആദിമസഭയെ നടത്തിയിരുന്നത് ശക്തിയുടെ ഒരു ആത്മാവായിരുന്നു, വിവേകത്തിൻ്റെ ഒരു ആത്മാവായിരുന്നു, ബുദ്ധിയുടെയും നല്ല ഫലത്തിൻ്റെയും ഒരാത്മാവ്. ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കലക്കത്തിൻ്റെയും ഇളക്കപ്പെരുപ്പത്തിൻ്റെയും പിണക്കത്തിൻ്റെയും ആത്മാവല്ല. ആധുനിക സഭ പിണക്കത്തിലേക്ക് കടന്നു പോകാനുള്ള കാരണം ശക്തിയുടെയും സുബോധത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം അവർക്കില്ലാത്തത് കൊണ്ടാണ്. ഇത് ഞങ്ങൾക്ക് സംഭവിച്ചു പോയി, ഇനി ഞങ്ങൾ എന്തു ചെയ്യും? ഈ ആധുനിക സഭയിൽ ഞങ്ങളുടെ പരാജയം വളരെ കടുത്തുപോയി എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ തിരുവചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരനോ സഹോദരിയോ അങ്ങനെ ചിന്തിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവർ ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദുഃഖിക്കുവാൻ ഇനി അവസരമില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയും ബലവും നൽകുവാൻ ഒരുക്കമുള്ളവനായി നിൽക്കുന്നു. ഇങ്ങനെ ഒരു പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി കാത്തിരിക്കിയാൽ, ഈ ലോകത്തിൻ്റെ ബന്ധനങ്ങൾ വിട്ടെറിഞ്ഞ് ഈ ലോകത്തിൻ്റെ അഴുക്കു ചാലിൽ നിന്ന് എഴുന്നേറ്റ് ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നുവെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഈ ലോകത്തിലെ ദൈവസഭയുടെ അംഗത്വത്തിന് അർത്ഥമുണ്ടാകും. അങ്ങനെ നമ്മൾ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ ഒഴിഞ്ഞുകളഞ്ഞ് ശക്തി പ്രാപിക്കും. ആദിമസഭ ഇങ്ങനെ ബലപ്പെടാനുള്ള കാരണവും പരിശുദ്ധാത്മാവ് തന്നെയാണ്. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച ആദിസഭയിലെ പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലന്മാരെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തപ്പോൾ അവർക്കൊന്നിനെയും ഭയമില്ലാതെയായി മാറി. ഒന്നിനെയും എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ മനുഷ്യനിർമ്മിതമായതും മനുഷ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതുമാകുന്ന യാതൊന്നിനോടും അവർക്കൊരു ഭയവും തോന്നിയില്ല. അവർ ദൈവത്തെ മാത്രം ഭയപ്പെട്ടു. എന്നാൽ മറ്റുള്ളവരെ ഭയപ്പെടാതെ തന്നിഷ്ടം പോലെ ജീവിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. ദൈവസ്നേഹത്തിൽ, ദൈവഭയത്തിൽ അവർ മുതിർന്നു വന്നപ്പോൾ മറ്റുള്ളവരെ മാനിക്കുവാനും അവർ തയ്യാറായി. 1999 ദേശീയ ബാലപ്രതിഭയ്ക്കുള്ള അവാർഡ് വാങ്ങിയപ്പോൾ മനോജ് ഹിങ്കാരിക്ക് എന്ന് പറയുന്ന ഒരു സാധാരണ ചെറുപ്പക്കാരന് അവാർഡ് നൽകുന്ന വേദിയിലേക്ക് ചെന്നപ്പോൾ അത് ഏറ്റുവാങ്ങുവാൻ തനിക്ക് കൈകളില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ തൻ്റെ ചെറുപ്പകാലത്തുണ്ടായ ഒരു വലിയ പ്രശ്നത്തിൽ തൻ്റെ കൈകൾ നഷ്ടപ്പെട്ടു പോയിരുന്നു. എങ്കിലും ആ പ്രതിസന്ധിയെ വകവയ്ക്കാതെ അതിനെ തരണം ചെയ്തുകൊണ്ട് അദ്ദേഹം തൻ്റെ മുറിഞ്ഞ കൈയുമായി ഇരുന്നിട്ട് വായിൽ ബ്രഷ് കടിച്ചു പിടിച്ചിട്ട് ക്യാൻവാസിൽ ചിത്രരചന നടത്തി. ഇങ്ങനെ ചിത്രം വരച്ച്
2 കൈയുള്ള ഒരു മനുഷ്യൻ വരയ്ക്കുന്ന ചിത്രത്തെക്കാളും ഏറ്റവും മനോഹരമായ ചിത്രം വരയ്ക്കുവാൻ അവനെ പ്രാപ്തനാക്കി. എന്താണ് കാരണം? അവൻ്റെ ഉള്ളിൽ എനിക്ക് വളരണം എന്നുള്ള ചിന്ത, അവൻ്റെ ഉള്ളിൽ മറ്റുള്ളവരെ പോലെ എനിക്ക് നന്നായിരിക്കണം എന്നുള്ള ചിന്ത അവനെ ഭരിച്ചിരുന്നു. എൻ്റെ 2 കൈ പോയാലും എനിക്ക് പ്രശ്നമില്ല, എത്ര അസൗകര്യങ്ങൾ ഉണ്ടായിരുന്നാലും എനിക്ക് കുഴപ്പമില്ല, എനിക്കൊരു ചിത്രകാരനാകണമെന്നുള്ള ആഗ്രഹം അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവന് വളരുവാൻ സാധിച്ചത്. ഇതേ അനുഭവം തന്നെയാണ് ആദിമസഭയിലും ഉണ്ടായിരുന്നത്. അവരുടെ പോരായ്മകളെ അവർ കണ്ടില്ല, അവരുടെ വിദ്യാഭ്യാസ കുറവിനെ അവർ കണ്ടില്ല, അവരുടെ ബലഹീനതകളെ അവർ ദർശിച്ചില്ല. പകരം ബലഹീനതയിൽ തുണ നിൽക്കുന്ന വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അവർ ആയിരിക്കുകയും പരിശുദ്ധാത്മാവിൽ അവർ ആശ്രയിക്കുകയും ചെയ്തപ്പോൾ അവരുടെ ജീവിതത്തിൽ വളരെ വളരെ മാറ്റമുണ്ടായി. തകർന്നു പോകുന്ന ഒരു ഹൃദയം അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാരം അവർ വ്യാകുലപ്പെട്ടില്ല എന്നല്ല, അവർ പ്രയാസങ്ങളിൽ ആകുലതയോടുകൂടെ ആയിരുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അവരുടെ പ്രയാസങ്ങളിലും അവരുടെ ഹൃദയം ദൈവാത്മാവിൽ ഉറച്ചിരുന്നു എന്ന് സാരം. ഇങ്ങനെ പരിശുദ്ധാത്മാവ് ശക്തമായി ആദിമസഭയെ വഴി നടത്തിയെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു. അവരെ വിളിച്ചു, അവരെ പറഞ്ഞയച്ചു. പിന്നീട് എന്താണ്? അവർക്ക് ശക്തിയും ബലവും നൽകുന്ന ആത്മാവ് അവരുടെ കൂടെയിരുന്നു. അതുമാത്രമല്ല, അവരെ സകല സത്യത്തിലും വഴി നടത്തുന്ന അനുഭവവും പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിൽ കൊടുത്തു. ഇങ്ങനെ അവർ വിളിക്കപ്പെട്ടപ്പോൾ, അവർ പറഞ്ഞയക്കപ്പെട്ടപ്പോൾ, അവരെ ഉപദേശിക്കുവാൻ, സത്യത്തിൽ നടത്തുവാൻ ഒരാൾ അവരോട് കൂടെ ഉണ്ടായിരുന്നപ്പോൾ, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ധൈര്യത്തോടുകൂടെ മുന്നേറുവാൻ, അവരെ സഹായിക്കുവാൻ, അവരെ കൈപിടിച്ചുയർത്തുവാൻ പരിശുദ്ധാത്മാവ് അവരോട് കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർ ഈ ലോകത്തെ ഭയപ്പെട്ടില്ല. ഈ ലോകത്തിലെ ഒരു ചക്രവർത്തി പദത്തെയും അവർ ഭയപ്പെട്ടില്ല, ഒരു ചക്രവർത്തി സിംഹാസനത്തെയും അവർ ഭയപ്പെട്ടില്ല. അവരുടെ മുമ്പിൽ സധൈര്യം നിന്നുകൊണ്ട് അവർ ദൈവത്തിൻ്റെ വചനത്തെ ശുശ്രൂഷിച്ചു. ഇങ്ങനെ പരിശുദ്ധാത്മാവ് അവരെ ശക്തിപ്പെടുത്തിയത് കൊണ്ടാണ് ചാട്ടവാറടിയുടെ മുമ്പിൽ അവർ പതറിപ്പോകാഞ്ഞത്. കാരാഗ്രഹം അവർക്ക് വേണ്ടി തുറന്നപ്പോൾ അവരതിൽ സന്തോഷത്തോടെ കിടന്ന് പാട്ടുപാടി ആരാധിച്ചു, എൻ്റെ ദൈവത്തെ സ്തുതിച്ചു. പ്രതിസന്ധികളിൽ അവരെ താങ്ങി നിർത്തുവാൻ ദൈവാത്മാവ് അവരോട് കൂടെ ഉണ്ടായിരുന്നു. ഈ തിരുവചന ദൂത് ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നിങ്ങളോട് പറയുന്നില്ലേ? ഈ ആധുനിക സഭയുടെ കുത്തഴിഞ്ഞ പരാജയക്കെട്ടുകൾക്കുള്ളിൽ കിടന്നുകൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന നമ്മളോട് ഓരോരുത്തരോടും ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായും ഒരു ദൂത് നൽകുന്നു. ആ ദൂത് എന്താണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നാം ശക്തി പ്രാപിക്കുക. പരിശുദ്ധാത്മാവ് ഇല്ലാത്തത് കൊണ്ടാണ്, സകല സത്യത്തിലും വഴി നടക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്നും നാം അഴുക്കുചാലിൽ കിടക്കുന്നത്. ഇങ്ങനെ ഈ അഴുക്കുചാലിൽ കിടക്കുന്നതിൻ്റെ കാരണം, ഇത് അഴുക്കാണ്, ഇത് മോശമാണ്, ഇത് തെറ്റാണ്, ഇവിടെ ഇങ്ങനെ ഞാൻ സഞ്ചരിച്ചു പോയാൽ എൻ്റെ ആത്മീയ ജീവിതം തകരാറായി പോകും എന്നുള്ള ചിന്ത മനസ്സിലേക്ക് വരാതിരിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് അവരോട് കൂടെ ഇരുന്ന് ബോധ്യപ്പെടുത്താത്തത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവിൻ്റെ കുറ്റമാ? ദൈവത്തിൻ്റെ കുറ്റമാ? പരിശുദ്ധാത്മാവിൻ്റെ കുറ്റമാണോ ഇങ്ങനെ ഈ ബോധം വരാത്തത്? ഒരിക്കലുമില്ല. ദൈവത്തിൻ്റെ ആത്മാവ്, യേശുക്രിസ്തു താൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ പോയാലും നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുവാൻ, നിങ്ങളെ ബലപ്പെടുത്തുവാൻ, നിങ്ങളെ എല്ലാ രീതിയിലും സ്വർഗരാജ്യത്തിന് ഓഹരിക്കാരാക്കുവാനും, നിങ്ങളെ ലോകത്തിന് മുമ്പിൽ പ്രാപ്തരാക്കുവാനും കാര്യസ്ഥൻ എന്ന പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഇങ്ങനെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ് ആദിമസഭയിലെ അപ്പോസ്തലന്മാരോട് കൂടെ, ദൈവത്തിൻ്റെ ദാസന്മാരോട് കൂടെ ഇരുന്നപ്പോൾ അവർക്ക് ശക്തി ഉണ്ടായി, അവർക്ക് ബലമുണ്ടായി. സ്വന്തം തെറ്റുകളെയും പാപങ്ങളെയും തിരിച്ചറിയുവാനുള്ള ശേഷി ദൈവാത്മാവ് അവർക്ക് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ പരിശുദ്ധാത്മാവിനാൽ അവർ നയിക്കപ്പെട്ടതുകൊണ്ടാണ് അവർ ഏറ്റവും അനുഗ്രഹം പ്രാപിച്ചത്. ഇതേ ആത്മാവ് ഇന്നും ശക്തി തരുവാൻ, നമ്മുടെ കുഴഞ്ഞ കാലുകളെ നിവർത്തുവാൻ, മടങ്ങിയ ശിരസ്സുകളെ, കുനിഞ്ഞ ശിരസ്സുകളെ ഉയർത്തി ധൈര്യത്തോടെ പ്രത്യാശയോടുകൂടെ ദൈവത്തെങ്കിലേക്ക് നോക്കുവാൻ, നമ്മെ പ്രേരിപ്പിക്കുവാൻ
പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്. അവനെ സ്വീകരിക്കുക മാത്രമാണ് നാം ചെയ്യേണ്ടത്. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നാം നയിക്കപ്പെടുന്നുവെങ്കിൽ ആധുനിക സഭയുടെ പരാജയത്തെക്കുറിച്ച് ഓർത്ത് നാം ദുഃഖിക്കേണ്ട. കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ മേലെ വരുമ്പോൾ, ഞാൻ സകല സത്യത്തിലും ഞാൻ വഴി നടക്കുമ്പോൾ, സകല ബലത്തിലും ഞാൻ മുന്നേറുമ്പോൾ, ഞാൻ ദൈവം ആഗ്രഹിക്കുന്ന ദൈവേഷ്ടപ്രകാരം നടക്കുന്ന ഒരു സഭയുടെ അംഗമായിട്ട് നാം മാറും. ദൈവേഷ്ടപ്രകാരം നയിക്കപ്പെടുന്ന ഒരു സഭയായി നാം മാറുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നാം നയിക്കപ്പെടുമ്പോൾ നമ്മുടെ നോട്ടം, നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ ആരാധന, നമ്മുടെ ജീവിത ശൈലി, ദൈവത്തോടുള്ള സമർപ്പണം, ഇതിനെല്ലാം വ്യത്യാസം വരും. ഇങ്ങനെ വ്യത്യാസം വരുന്ന സമയത്ത് ലോകം നമ്മെ ശ്രദ്ധിക്കും. ലോകം നമ്മെ ശ്രദ്ധിക്കുമ്പോൾ നമ്മിൽ ദൈവത്തിൻ്റെ സഭയുടെ ആരംഭത്തെ അവർ കാണും. ദൈവസഭയുടെ യഥാർത്ഥമായ അനുഭവം നമ്മളിൽ ആളുകൾ ദർശിക്കുമ്പോൾ അവരും ദൈവസഭയുടെ അനുഭവത്തിലേക്ക് കടന്നു വരും. ഇങ്ങനെയാകാൻ നമുക്ക് സാധിക്കില്ലേ? ഇനിയും അതിന് കാലതാമസമുണ്ടോ? യഥാർത്ഥമായും നമ്മളിരുന്ന് ഈ തിരുവചനത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക. എങ്ങനെയാണ് ആദിമസഭയും ആദ്യകാല സഭയും ശക്തിപ്പെട്ടത്? ഈ ആദ്യകാല സഭയും ആദിമസഭയും അപ്പോസ്തലിക സഭ കാലഘട്ടത്തിലുള്ള എല്ലാ പ്രാർത്ഥനാ ഗ്രൂപ്പുകളും ശക്തിപ്പെട്ടതും ബലപ്പെട്ടതുമെല്ലാം പരിശുദ്ധാത്മാവ് അവരെ നടത്തിയതുകൊണ്ടാണ്. പരിശുദ്ധാത്മാവ് അവരോട് കൂടെ ഇരുന്ന് അവരെ നടത്തിയതുകൊണ്ട് അവർക്ക് ഭയപ്പെടേണ്ട ആവശ്യം വന്നില്ല. നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ സഭയും പരിശുദ്ധാത്മാവും എന്നുള്ളതാണ്. അതിൽ ആദിമസഭയെ എങ്ങനെ പരിശുദ്ധാത്മാവ് നടത്തി എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചാണ് നാം ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഇനി പറയൂ പ്രിയ സ്നേഹിത, എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ദൈവസഭയെ നടത്തുന്നത്? പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ആദിമസഭയോട് കൂടെയിരുന്നത്? അവർക്ക് ബലം കൊടുക്കുന്ന, ശക്തി കൊടുക്കുന്ന, തേജസ് കൊടുക്കുന്ന ഒരു വലിയ സാന്നിധ്യം, ദൈവത്തിൻ്റെ നിറഞ്ഞ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടാകുവാൻ പരിശുദ്ധാത്മാവ് എപ്പോഴും അവരെ സഹായിച്ചു കൊണ്ടേയിരുന്നു. ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ഒരു പുതുജീവിതം നമുക്ക് ആരംഭിക്കാം. നാം ആദ്യം ചിന്തിച്ചല്ലോ, പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം. ഇത്രയേറെ ദാനങ്ങളെ നൽകി ദൈവം നമ്മെ അനുഗ്രഹിച്ചല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹത്വത്തിൻ്റെ പ്രത്യാശയായിരിക്കുന്ന നാഥ, സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. കേട്ട വചനത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഇതിനനുസരിച്ച് ഈ ഭൂമിയിലെ ഞങ്ങളുടെ ജീവിതം ക്രമീകരിപ്പാൻ അങ്ങ് സഹായിക്കണം. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നടത്തണം. മാനവും മഹത്വവും അങ്ങ് തന്നെ എടുക്കണം. ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.